अस्तु, संस्कृतपठनं कुर्मः। इदानीं विष्णुसहस्रनामपारायणं पठनं च वयं कुर्मः। तत्र 23तमं श्लोकपर्यन्तं वयं पठितवन्तः। अनन्तरं 24तमं श्लोकं पठामः। अग्रणीर् ग्रामणी श्रीमान् न्यायो नेता समीरण सहस्रमूर्धा विश्वात्मा सहस्राक्ष सहस्रपात्. അതാണ്. അപ്പൊ അവിടെ പദങ്ങൾ വരുന്നത് അഗ്രണീ, ഗ്രാമണീ, ശ്രീമാൻ, ന്യായ, നേതാ, സമീരണ, സഹസ്രമൂർധ, വിശ്വാത്മാ, സഹസ്രാക്ഷ, സഹസ്രപാദ്. ഇങ്ങനെയാണ് വരിക. അപ്പോ അഗ്രണീ എന്നാണ് ആദ്യത്തെ പദം. അഗ്രണീ, അഗ്ര നീ. നീ എന്ന് പറയുമ്പോ നയതി എന്നുള്ള അർത്ഥം, നീയതേ, അഗ്രത നീയതേ എന്നൊക്കെയുള്ള അർത്ഥമാണ് അഗ്രണീ എന്നുള്ളതിന് വരിക. അഗ്രത നീയതേ, അതായത് അഗ്രത എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക്, മുന്നിലേക്ക് നീയതേ നയിക്കുന്നു, മുന്നിലേക്ക് നയിക്കുന്ന ആൾ. അഗ്രണീ നയിക്കുന്നയാളാണ്, അതുകൊണ്ടാണ് അഗ്രണീ എന്ന് പറയുന്നത്. അപ്പൊ അഗ്ര നീ ന എന്നുള്ള അർത്ഥമാണ്, അക്ഷരാണ് വരിക. പക്ഷെ ഗ്ര എന്നുള്ള അതിന്റെ അവസാനം രാ വന്നത് കൊണ്ട് ഈ ന എന്നുള്ളത് ണ എന്നായി മാറിയതാണ്. രേഫം, ഷകാരം ഇതിൽ നിന്നൊക്കെ പരമായിട്ട് വരുന്ന നകാരത്തിന് നകാരം വരും എന്ന് ഒരു സൂത്രമുണ്ട്. അങ്ങനെയാണ് ന അല്ലെങ്കിൽ ന എന്നുള്ളത് ണ എന്നായി മാറിയത്. അഗ്ര നീ അത് അഗ്രണീ എന്നായതാണ്. അഗ്രത നീയതേ യേന സ അഗ്രണീ, മുന്നിലേക്ക് നയിക്കുന്നയാൾ. അതാണ് അത്. അഗ്രണീ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാമണീ ശബ്ദം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അത് അഗ്രണ്യേ, ഈകാരാന്തായിട്ടുള്ള രൂപമാണ് പുല്ലിംഗം. അപ്പൊ അതേപോലെ തന്നെയാണ് അഗ്രണീ, അഗ്രണ്യേ എന്ന് വരും, അഗ്രണ്യേ എന്ന് വരും. ചിലതിക്കില് അഗ്രണ്യൈ എന്നും വരാറുണ്ട്. ഏതായാലും ഈ രണ്ട് തരത്തിലാണ് അത് കാണുക. അഗ്രണീ, അഗ്രണ്യേ നമ എന്ന് വരും. അഗ്രണ്യേ നമ, അഗ്രണ്യേ നമ എന്ന് വരും. അപ്പോ അഗ്രണീയ, അപ്പോ പിന്നെ ശ്ലോകമായിട്ട് വരുമ്പോൾ അഗ്രണീ എന്നുള്ള അവിടെ വരുന്ന വിസർഗം എർ എന്നായിട്ട് മാറും. അഗ്രണീയർ എന്നാവും അടുത്ത പദമായിട്ട് ചേരുമ്പോൾ. അടുത്ത പദം, പിന്നത്തെ പദം ഗ്രാമണീ എന്നാണ്. ഗ്രാമണീ. അപ്പൊ ഗ്രാമാൻ അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള ആൾക്കാരെയൊക്കെ നയിക്കുന്നയാൾ എന്നുള്ള ഒരർത്ഥം കിട്ടുന്നുണ്ട്. സാധാരണ ഈ ഗ്രാമണി എന്ന് പറയുന്നത് ഈ ആ ഗ്രാമത്തിലുള്ള നേതാവ്
എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഗ്രാമണി എന്നുള്ളൊരു പദം പ്രയോഗിക്കാറ്. അപ്പൊ ഇത് അതേപോലെ തന്നെയാണ് എല്ലാ ഗ്രാമത്തിനും നേതാവായിട്ടുള്ള ആള്, ഓരോരോ ഭാഗത്തിനും നേതാവായിട്ടുള്ള ആള്. സൈന്യങ്ങളുടെയൊക്കെ ഓരോരോ വിഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. നല്ല നല്ല ആൾക്കാരായിട്ടുള്ള സൈന്യങ്ങൾ, നല്ല സൈന്യങ്ങളുടെ, അതായത് നന്മയുടെ സൈന്യം, ആ സൈന്യത്തിന്റെയൊക്കെ നേതാവ്. അപ്പൊ അതാണ് ഗ്രാമണീ എന്ന് വരിക. അപ്പോ ഗ്രാമാൻ നയതിന്നോ നീയതയെന്നോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഗ്രാമണീ, അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഗ്രാമ നീ എന്നുള്ളത് ണ എന്നായി മാറി. അവിടെയും ഗ്ര എന്നുള്ള രാ, അതിന്റെ ഇടയിൽ മാ എന്ന് വന്നാലും പ്രശ്നമില്ല, അതിന് വേറെ സൂത്രമുണ്ട്. ഇപ്പൊ ഗ്രാമ നീ എന്നുള്ളത് ഗ്രാമണീ എന്നായി മാറും. അതും ഗ്രാമണ്യേനമ എന്ന് വരും. അപ്പൊ അഗ്രണ്യേനമ, ഗ്രാമണ്യേനമ, അങ്ങനെ രണ്ട് പദങ്ങളാണ് കിട്ടുക. അഗ്രണീ, അത് അഗ്രണീർന്നായതുപോലെ തന്നെ ഗ്രാമണീ എന്ന് വന്നു. അഗ്രണീർ ഗ്രാമണീ. അടുത്തത് ശ്രീമാൻ എന്നാണ്. ശ്രീമാൻ, ശ്രീമത്ത് ആയിട്ടുള്ള. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നൊരർത്ഥമുണ്ട്, ലക്ഷ്മി ഭഗവതി എന്ന് അർത്ഥമുണ്ട്. ഇങ്ങനെ പല പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ ശ്രീയോട് കൂടിയ എന്നർത്ഥം. ശ്രീമത്താണ് എന്ന് പറഞ്ഞാൽ ശ്രീമാൻ ആണ് എന്ന് പറഞ്ഞാൽ ശ്രീയോട് കൂടിയ. തമാശയായിട്ട് ഞാൻ പറയാറുണ്ട്, ശ്രീയോട് കൂടിയ മാൻ എന്ന് പറയാറുണ്ട് ഒരു തമാശയായിട്ട്. ശ്രീമാൻ, മാനാണ് കേട്ടോ. ശ്രീമാൻ അത് തകാരതായിട്ടുള്ള രൂപമാണ്. ശ്രീമാൻ, ശ്രീമന്തൗ, ശ്രീമന്ത എന്നിങ്ങനെ രൂപമാണ്. അപ്പൊ ശ്രീമതേ എന്ന് വരും. ശ്രീമതേ എന്നാണ് അതിന്റെ ചതുർത്ഥി രൂപം വരിക. പദം വരുമ്പോൾ, നാമാവലി വരുന്ന സമയത്ത് ശ്രീമതേ നമ എന്ന് വരും. അപ്പൊ അഗ്രണീയ അഗ്രണ്യേ നമ, ഗ്രാമണി ഗ്രാമണ്യേ നമ, ശ്രീമാൻ ശ്രീമതേ നമ എന്ന് വരും. അഗ്രണീയർ ഗ്രാമണീ, ആ വിസർഗം ശ്രീ എന്നുള്ള ശകാരത്തിന്റെ കൂടെ കൂടിയിട്ട് ശ്രീ നാവും ഇരട്ടിച്ചു വരും. ആ വിസർഗം ശകാരായി മാറും. അഗ്രണീയർ ഗ്രാമണീ ശ്രീമാൻ ആവും. അഗ്രണീയർ ഗ്രാമണീ ശ്രീമാൻ. അത് അടുത്തത് ന്യായ എന്നുള്ള പദമാണ്. ന്യായ ആ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ നമുക്കറിയുന്ന അതേ അർത്ഥം തന്നെയാണ് ന്യായ എന്നുള്ളതിന്. ന്യായം ഉള്ളയാള് എന്നുള്ളൊരർത്ഥം എടുക്കാം. അതുപോലെ തന്നെ ന്യായത്തിന്റെ മാർഗത്തിലൂടെ ചെന്നാൽ എത്തിച്ചേരാൻ പറ്റുന്നയാള് എന്ന്. ഈ ന്യായം എന്നുള്ളതിന് വേറൊരു ന്യായശാസ്ത്രമുണ്ട്. തർക്കങ്ങള് ഒക്കെ ആയിട്ടുള്ള ന്യായശാസ്ത്രമുണ്ട്. ആ തർക്കം എന്ന് പറഞ്ഞാൽ കുതർക്കല്ല, നേരാവണ്ണമുള്ള തർക്കങ്ങൾ. ഒന്നിനെ പറ്റിയിട്ട് തർക്കിയതേ, നല്ലവണ്ണം തർക്കിക്കുന്നത് നല്ലതാണ്. എപ്പോഴും സാധാരണ നമ്മുടെ ഇടയിലൊക്കെ ഒരു സംഭാഷണമുണ്ട്, ഇങ്ങനെ തർക്കുത്തരം പറയാന്നൊക്കെ പറയട്ടെ. തർക്കിക്കണം. തർക്കം എന്ന് പറയുന്നത് എപ്പോഴും നല്ലതിനാണ്. അത് കുതർക്കമാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും തർക്കിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ തർക്കവും ഒക്കെ അടങ്ങിയതാണ് ന്യായശാസ്ത്രം. ആ ന്യായശാസ്ത്രം എന്നില്ല, യുക്തിസഹമായിട്ടുള്ള വാദങ്ങൾ, അതൊക്കെയാണ് ഈ തർക്കം എന്ന് പറയാം. അതാണ് ന്യായം. അങ്ങനെ ന്യായീകരിക്കുക, ന്യായത്തിന്റെ ഭാഗത്ത് വാദങ്ങൾ, അങ്ങനെ എത്തിച്ചേരുന്ന ആള്, അങ്ങനെ നമുക്ക് അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്ന, ഈ ന്യായങ്ങളിലൂടെ ആ അന്യായങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ന്യായത്തിന്റെ മാർഗത്തിലൂടെ പോയാൽ എത്തിച്ചേരാൻ കഴിയുന്നയാള്. അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും വരുന്നുണ്ട് ന്യായ. അപ്പൊ അത് അകാരാന്തായിട്ടുള്ള രൂപമാണ്. ഇപ്പൊ ന്യായ എന്നുള്ളത് ന്യായായ എന്ന് വരും. ന്യായായ നമ. അപ്പൊ അഗ്രണ്യേ നമ, ഗ്രാമണ്യേ നമ,
ശ്രീമതേ നമ, ന്യായായ നമ. അപ്പൊ അഗ്രണീർഗ്രാമണീ ശ്രീമാൻ. പിന്നെ ന്യായ എന്നുള്ളത് അടുത്ത പദമായിട്ട് ചേരുമ്പോൾ ന്യായോ എന്നാണ് ആവുക. ന്യായ എന്നുള്ള വിസർഗം ഓകാരായിട്ടാണ് മാറുക. ന്യായോ. അത് വിസർഗം കഴിഞ്ഞിട്ട് അടുത്ത പദം ഏതാണോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് വരിക. ആ വിസർഗത്തിന്റെ സന്ധിയൊക്കെ വേറെ നമുക്ക് കാലക്രമത്തിൽ പഠിക്കാം. ഏതൊക്കെ പദങ്ങൾ വരുന്ന സമയത്താണ് വിസർഗമായിട്ട് തന്നെ വരിക, അല്ല വിസർഗത്തിന് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരിക, അതൊക്കെ നമുക്ക് പഠിക്കാം. ഏതായാലും ഇവിടെ ന്യായോ എന്നാണ് വരുന്നത്. അടുത്ത പദം നേതാ എന്നാണ്. നേതാ. നേതാ എന്ന് നമുക്കറിയുന്ന ഒരു അർത്ഥം ഉണ്ടല്ലോ, നേതാവ്. അതേ അർത്ഥം തന്നെയാണ് നേതാ എന്നുള്ളത്. നേതാ അതായത് ഈ നയിക്കുന്നയാളാണ് നേതാവ്. ആരെ നയിക്കുന്നയാള്? ഇപ്പൊ ഭഗവാനെ സംബന്ധിച്ച് പറയുമ്പോൾ ആരെ? ഭക്തന്മാരെയൊക്കെ നയിക്കുന്നയാൾ. ഭക്തന്മാരെ നയിക്കുന്ന, അവരുടെ അഭ്യർത്ഥനകളൊക്കെ വേണ്ടതുപോലെ പൂർത്തീകരിച്ചു കൊടുക്കുന്നയാള്, അതൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നയാള്, നിറവേറ്റുന്നയാള്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നയാള്, അല്ലെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നയാള് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ പ്രപഞ്ചത്തിന് മുഴുവൻ നായകനായിട്ടുള്ളയാള്, നേതാവായിട്ടുള്ളയാള്. അതാണ് നേതാ. അപ്പൊ നേതാ അത് നേത്രേ നമ എന്നാണ് വരിക. പിതൃശബ്ദം പോലെ നേതൃശബ്ദം. നേതാ, നേതാരൗ, നേതാര. ധാതാ, ധാതാരൗ, ധാതാര. ഋകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പോ നേത്രേ നമ, പിത്രേ നമ, മാത്രേ നമ എന്നൊക്കെ പറയില്ലേ? പിത്രേ നമ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നേത്രേ നമ എന്നാണ് വരിക. നേതാ എന്നുള്ളതിന് നേത്രേ നമ. അപ്പൊ ന്യായോ നേതാ. അടുത്തത് സമീരണ. സമീരണ. ഈരണൻ എന്നുള്ളതിന് വായു എന്നൊരർത്ഥമുണ്ട്. ഈരണൻ, സമീരണൻ, വേണ്ടതുപോലെ ഈരണനെ കൈകാര്യം ചെയ്യുന്നയാള്. ഇപ്പൊ ശ്വാസം ഒക്കെ വായുവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആന്തരികമായിട്ടുള്ള ജീവന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ചലനങ്ങള് ഒക്കെ ആരുടെ വിഷയം കൊണ്ടാണോ അതൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത്, ആ ശ്വാസഗതികള് ഒക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ആരുടെ വിഷയം കൊണ്ടാണോ അതൊക്കെയാണ് സമീരണ. അതുപോലെ തന്നെ ഈ ഇഷ്ടത്തിനനുസരിച്ച് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നയാള്, ആരുടെ നിയന്ത്രണത്തിനനുസരിച്ചാണോ പ്രവൃത്തികളൊക്കെ നടത്തപ്പെടുന്നത് ആ അർത്ഥത്തില് സമീരണ. ഇപ്പൊ ജീവികളിലുള്ള എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നയാള്, അതാണ് സമീരണ. ഇതൊക്കെ ആണ് സമീരണ എന്നുള്ള പദങ്ങളെ കൊണ്ട് ആ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമീരണ അത് അകാരാന്തായിട്ടുള്ള രൂപമാണ്. സമീരണായ എന്ന് വരും. സമീരണായ നമ, സമീരണായ നമ, സമീരണായ നമ. അപ്പൊ ന്യായോ നേതാ സമീരണ. അടുത്തത് സഹസ്രമൂർധ. സഹസ്രമൂർധ. അതിൽ പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000ആണ്. മൂർധാവ് എന്ന് പറഞ്ഞാൽ ശിരസ്, തല എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. 1000 തല ഉള്ളയാള്. നമ്മള് ഒക്കെ ആ വിശ്വരൂപത്തിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഹസ്ര ശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാദ് ഒക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ശരിക്കും ആ പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ള ആ വിശ്വരൂപം വരുമ്പോ 1000 തലകള്. 1000 തല എന്നുള്ളത് ഒരു കണക്കൊന്നുമല്ല, ആയിരക്കണക്കിന് എന്നുള്ള അർത്ഥത്തിലാണ്. ആയിരക്കണക്കിന് തലകളോട് കൂടിയ ആള്. എല്ലാ തലകളും അതിൽ പെടും. ഏതൊക്കെ തലകളുണ്ടോ അതൊക്കെ അദ്ദേഹത്തിന്റെ തലയാണ്, ആ വിശ്വരൂപത്തിന്റെ തലയാണ്, ആ പുരുഷന്റെ തലയാണ്. ഇവിടെ ഇതൊക്കെ ആ മഹാവിഷ്ണുവിന്റെ
ശിരസായിട്ടാണ് വരിക. ഏതൊക്കെ തലകളുണ്ടോ അതൊക്കെ, എവിടെയൊക്കെ ഉത്തമാംഗം എന്നൊക്കെ പറയില്ലേ, ഉത്തമാംഗം ആണ് ശിരസ് എന്നൊക്കെ പറയും. അപ്പൊ എവിടെയൊക്കെ വരുന്ന ഉത്തമാംഗങ്ങൾ ഉണ്ടോ അതൊക്കെ ഭഗവാന്റെ ശിരസായിട്ട് വരും. അതാണ് ആയിരക്കണക്കിന് എല്ലാ തരത്തിലും ചിന്തിക്കാൻ കഴിവുള്ളയാള്. അതാണ് സഹസ്രമൂർധ, 1000 തലയുള്ള ആള്. അപ്പൊ മൂർധ എന്നുള്ളത് നകാരാന്തായിട്ടുള്ള രൂപമാണ്. അത് സഹസ്രമൂർധനേ എന്ന് വരും. മൂർധ, മൂർധനേ എന്നാണ് വരിക. സഹസ്രമൂർധനേ, മൂർധനേ. അത് മൂർധനേ എന്നും ചിലർ ഉച്ചരിക്കാറുണ്ട്, തെറ്റൊന്നുമില്ല. സഹസ്രമൂർധനേ നമ. വേദസംബന്ധമായിട്ടുള്ളവരൊക്കെ മൂർധനേ എന്ന് ഉച്ചരിക്കും. അല്ലാതെ സംസ്കൃതത്തിൽ അങ്ങനെയില്ല, മൂർധനേ എന്ന് ഉച്ചരിച്ചാലും തെറ്റൊന്നുമില്ല. സഹസ്രമൂർധനേ നമ, തെറ്റില്ല. അപ്പോ ന്യായോ നേതാ സമീരൻ സഹസ്രമൂർധ. പിന്നെ അടുത്തത് വിശ്വാത്മാ. വിശ്വ ആത്മാ, വിശ്വത്തിന്റെ ആത്മാ, ആത്മാവായിട്ടുള്ള ആള്. വിശ്വത്തിന് മുഴുവൻ ആത്മാവായിട്ടുള്ള ആള്, പ്രപഞ്ചത്തിന് മുഴുവൻ ആത്മാവായിട്ടുള്ള ആള് എന്നർത്ഥം. വിശ്വാത്മാ, വിശ്വത്തിന്, എല്ലാ ജീവജാലങ്ങളിലും, എല്ലാ ജീവജാലങ്ങളും അടങ്ങിയതാണ് പ്രപഞ്ചം. ആ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതായ, അവരുടെയൊക്കെ ഉള്ളിലുള്ളതായ സത്ത എന്ന് പറയുന്നത്, ആന്തരികമായിട്ടുള്ള ഒരു സത്ത ഉണ്ടാവും, ഒരു സത്ത് എന്ന് പറയുന്നത്. ആ സത്ത് എന്ന് പറയുന്നത് ആരാണോ അതാണ് വിശ്വാത്മാ. വിശ്വത്തിന്റെ മുഴുവൻ, വിശ്വത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ളതായ ആന്തരികമായിട്ടുള്ള സത്ത, അതാണ് വിശ്വാത്മാ. അത് വിശ്വസ്യ ആത്മാ, വിശ്വാത്മാ, വിശ്വത്തിന്റെ മുഴുവൻ ആത്മാവ്, അതാണ് വിശ്വാത്മാ. അത് ആത്മാ എന്നുള്ളത് നകാരാന്താണ്, അതുകൊണ്ട് തന്നെ ആത്മനെ എന്നാണ് വരിക. അപ്പോൾ വിശ്വാത്മനെ നമ എന്ന് വരും. വിശ്വാത്മനെ നമ. അപ്പൊ സഹസ്രമൂർധ വിശ്വാത്മാ. അടുത്തത് സഹസ്രാക്ഷ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ പുരുഷ സൂക്തത്തിൽ പറയുന്ന സഹസ്ര മൂർധ സഹസ്ര അക്ഷ, അതുകൊണ്ട് സഹസ്ര അക്ഷ. അക്ഷ അക്ഷി, അക്ഷ കണ്ണുകളാണ്. 1000 കണ്ണ്, ആയിരക്കണക്കിന് കണ്ണുകൾ എന്നുള്ള അർത്ഥമാണ്. ആയിരക്കണക്കിന് കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, കാണുന്നു എന്നാണ്. അപ്പൊ ആയിരക്കണക്കിന് കണ്ണുകൾ ഉള്ളയാള് എല്ലാം കാണും, എല്ലാം കാണുന്നയാളാണ് സഹസ്രാക്ഷ. എന്തൊക്കെയുണ്ടോ അതൊക്കെ കാണും, അതൊക്കെ എല്ലാം കാണുന്നയാൾ, 1000 കണ്ണുള്ള എന്ന് പറയാം. ആയിരക്കണക്കിന് കണ്ണുള്ളയാള്, എന്തൊക്കെയുണ്ടോ നടക്കുന്നുണ്ടോ അതൊക്കെ കാണും. സഹസ്രാക്ഷ, അക്ഷ, സഹസ്രാക്ഷ എന്നുള്ളത് അകാരാന്ത രൂപമാണ്. സഹസ്രാക്ഷായ, അക്ഷി എന്ന് പറയുന്നത് അകാരാന്ത അല്ല, പക്ഷെ അക്ഷി ഉള്ളയാൾ എന്നുള്ള അർത്ഥത്തില് സഹസ്രാക്ഷ എന്ന് പറയാം. അപ്പോഴ് അകാരാന്തായിട്ടുള്ള രൂപമായിട്ട് വരും. അപ്പൊ സഹസ്രാക്ഷായ എന്ന് കിട്ടും. സഹസ്രാക്ഷായ നമ. അപ്പോ സഹസ്രാക്ഷ. അടുത്തത് സഹസ്രപാദ്. സഹസ്രപാദ്, അത് സഹസ്രപാദ് എന്നുള്ള സഹസ്രപദ് എന്നും പറയാം. പക്ഷെ സാധാരണ ചൊല്ലുമ്പോ സഹസ്രപാദ് എന്ന് തന്നെയാണ് ചൊല്ലുക. പക്ഷെ അത് ഉദ്ദേശം പറയാം സഹസ്രപദ്. സഹസ്രം പദം, പാദം ഉള്ളയാള്, സഹസ്രപാദങ്ങൾ ഉള്ളയാള്, സഹസ്രപാദ്, ആയിരക്കണക്കിന് പാദങ്ങൾ ഉള്ളയാൾ. പാദങ്ങൾ അറിയാലോ, ആയിരക്കണക്കിന് പാദങ്ങൾ. അപ്പോ സഹസ്രപദേ എന്നാണ് രൂപം വരിക. സഹസ്രപദേ നമ എന്ന് വരും. ചിലതിൽ അപൂർവം, ചിലതിൽ സഹസ്രപാദായ എന്നും കാണുന്നുണ്ട്. പക്ഷെ എന്നാലും സഹസ്രപാദ് എന്ന് വന്നത് കൊണ്ട് സഹസ്രപദേ എന്നാണ് രൂപം വരിക. സഹസ്രപദേ നമ. അപ്പോഴ്
സഹസ്രാക്ഷ സഹസ്രപാത് എന്ന് നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലി ശീലിക്കാം. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ അഗ്രണീർഗ്രാമണീ ശ്രീമാൻ അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ ന്യായോ നേതാ സമീരണ ന്യായോ നേതാ സമീരണ അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാത് സഹസ്രപാത് എന്നുള്ളത് മലയാളികൾ ചെല്ലുമ്പോൾ സഹസ്രപാൽ എന്ന് ചെല്ലും. സഹസ്രാക്ഷ സഹസ്രപാത് സഹസ്രാക്ഷ സഹസ്രപാത് സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാത് അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാത്. ഇപ്പോ ഒരു ശ്ലോകം ആയി. ഇനി അടുത്ത ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി വെക്കാം. അടുത്ത ശ്ലോകം ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹസംവർത്തകോ അഹസംവർത്തക വഹ്നി അനില ധരണീധര. ആദ്യം ഒന്ന് ചൊല്ലി ശീലിക്കാം. ആവർത്തനോ നിവൃത്താത്മാ ആവർത്തനോ നിവൃത്താത്മാ
ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന സംവൃത സംപ്രമർദ്ദന സംവൃത സംപ്രമർദ്ദന ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹസംവർത്തക അത് സംവർത്തകോ എന്നാവും. അഹസംവർത്തകോ അഹസംവർത്തകോ വന്നി അഹസംവർത്തകോ വന്നി അഹസംവർത്തകോ വന്നി അനിലോ ധരണീധര അനിലോ ധരണീധര അനിലോ ധരണീധര അഹസംവർത്തകോ വന്നി അനിലോ ധരണീധര ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹസംവർത്തകോ വന്നി അനിലോ ധരണീധര. ഇവിടെ അഹസംവർത്തകോ വന്നി അവിടെ വിസർഗമുണ്ട്. അടുത്തത് അനിലോ എന്നാണ്. ആ രണ്ട് പദവും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ വന്നി അനില കൂടി വരുമ്പോൾ ആ വിസർഗം ര് എന്നായിട്ട് മാറും. അപ്പോ എന്നിട്ട് വന്ഹിരനിലോ എന്നാവും. അഹസംവർത്തകോ വന്ഹിരനിലോ ധരണീധര എന്നാവും. അവിടെ ആ വിസർഗം രേഖ ആയിട്ടാണ് മാറുക. അപ്പൊ ചെറുതായിട്ട് നമുക്കൊന്ന് അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ആവർത്തന ആവർത്തന എന്നാണ് ആദ്യത്തത്. അത് ആവർത്തനായ എന്നാണ് വരിക. ആവർത്തനായ നമ എന്ന് വരും. ആവർത്തനം ചെയ്യപ്പെടുന്നത് എന്ന്. ആവർത്തനം ചെയ്യപ്പെടുക. ആവർത്തനം എന്നുള്ള വാക്കിന് നമുക്കറിയാം ഒന്ന് തന്നെ ആവർത്തിക്കുക, ആവർത്തനം ചെയ്യപ്പെടുക. അപ്പൊ അത് ഈ ആവർത്തനം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സംഗതി തന്നെ പിന്നെയും വരിക, അതാണല്ലോ ആവർത്തനം. അപ്പൊ അത് ഒരു ചക്രം മുകളിൽ ഉള്ള ഒരു ചക്രമാണെന്ന് കൂട്ടിക്കോളൂ. ആ ചക്രത്തിന്റെ മുകൾ ഭാഗം അതിങ്ങനെ തിരിഞ്ഞ് പിന്നെയും മുകളിലേക്ക് തന്നെ വരും. അതിങ്ങനെ ഓരോ ഭാഗവും ഓരോ ഭാഗത്തുള്ളത് പിന്നെയും അവിടെ തന്നെ വരും. അപ്പൊ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരും എന്നർത്ഥം. അപ്പൊ കാലചക്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനെ പറയാം ആവർത്തനം. അപ്പൊ കാലചക്രം സംസാരമാകുന്ന അതിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള ചക്രം അത് തിരിക്കുന്നയാള്, ആ കാലചക്രത്തെ തിരിക്കുന്നയാള് ഈ ലൗകികമായിട്ടുള്ള ജീവിതം, സംസാരം സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംസാരമാകുന്ന അതാണ് സംസാരം. ആ സംസാരം ഇതിന്റെയൊക്കെ ചക്രത്തെ തിരിക്കുന്നയാളാണ് ആവർത്തന.
പിന്നെ നിവൃത്താത്മാ, ആവർത്തന എന്നുള്ളത് ആവർത്തനോ എന്നാവും. പിന്നെ നിവൃത്താത്മാ, നിവൃത്തമായ ആത്മാവോട് കൂടിയ എന്നർത്ഥം. നിവൃത്തം ആത്മാ, നിവൃത്തമായിട്ടുള്ള ആത്മാവോട് കൂടിയ ആള്. നിവൃത്തം എന്ന് പറഞ്ഞാൽ നിവൃത്തി വന്നയാള്. നിവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? പിന്തിരിഞ്ഞാന്നർത്ഥം. ഈ പിന്തിരിഞ്ഞ ആത്മാവോടുകൂടിയ ആള് എന്ന് പറഞ്ഞാൽ ഒരു ജീവാത്മാവ് എന്ന് കൂട്ടുക. ആ ജീവാത്മാവ്, നമ്മളൊക്കെ ഒരു ജീവാത്മാവാണെന്ന് കൂട്ടിയാൽ, എല്ലാവരും ജീവാത്മാക്കൾ തന്നെയാണല്ലോ. ആ ജീവാത്മാവ് പലതുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നല്ല ഒരു പുഷ്പം കണ്ടാൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കും, അതിൻ്റെ സുഗന്ധം ആസ്വദിക്കും. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ അതിനെ ആസ്വദിക്കും. അങ്ങനെ ഭക്ഷണം കണ്ടാൽ അതും ഈ പറഞ്ഞതുപോലെ അതിനെ കണ്ടാസ്വദിക്കും. രുചി, ഗന്ധം, എല്ലാ തരത്തിലും നമ്മൾ അതിനെ ആസ്വദിക്കും. അങ്ങനെ ഈ ലൗകികമായിട്ട് കാണുന്ന പലതിനും അതിനൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് എന്നർത്ഥം. അപ്പോ അതിലേക്ക് മാത്രമായിട്ടുള്ള ആത്മാവ് ആയാൽ അത് ഭൗതിക ജീവിതത്തിലേക്ക് പോകുന്ന ആളായിട്ട് മാറും. ആ ഭൗതിക ജീവിതത്തിൽ നിന്നും നിവൃത്തി വന്നു, പിന്തിരിഞ്ഞ് ആത്മാവിലേക്ക് തന്നെ മടങ്ങുന്ന എന്നുള്ള അർത്ഥത്തിൽ. ആ ഭൗതിക ജീവിതത്തിലെ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നല്ല പറയുന്നത്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു ശ്രദ്ധ കൂടുതലില്ലാതെ വിരക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ മറ്റുള്ളതിൽ നിന്നും ഭൗതികത്തിലേക്ക് പോവാതെ ആത്മാവിലേക്ക് നോക്കുന്നയാള്. അതിൻ്റെ ഇടയിൽ പലതിനെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം, പക്ഷെ അത് ഒരു പ്രധാനമായിട്ട് വരരുത്. ഒന്ന് കണ്ടാൽ അതിൻ്റെ വഴിക്ക് പോകില്ല എന്നർത്ഥം. അപ്പൊ ആത്മാവിലേക്കാണ് എപ്പോഴും ശ്രദ്ധ ഉണ്ടാവുക അങ്ങനെയുള്ള ആള്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ സ്വഭാവം മറ്റുള്ളതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിരിക്കും. സ്വഭാവം വളരെ ഉയർന്ന ചിന്താഗതികളായിരിക്കും അവർക്കൊക്കെ. ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ മനസ്സ് പിന്തിരിഞ്ഞ ആളായിരിക്കും. നിവൃത്തിധർമ്മം അനുഷ്ഠിക്കുന്ന ആത്മാവ്, ഈ സംസാര ബന്ധനങ്ങൾക്കൊക്കെ അതീതനായിട്ടുള്ള ആള്, അതൊക്കെയാണ് നിവൃത്താത്മാ. അപ്പൊ അത് ആത്മാ എന്നുള്ളത് നകാരാന്ത ആയതുകൊണ്ട് തന്നെ ആത്മനേ എന്ന് വരും. നിവൃത്താത്മനേ നമ എന്ന് വരും. നിവൃത്താത്മനേ നമ. അടുത്തത് സംവൃത. സമ്യക് വൃതനായ. വൃതൻ എന്ന് പറഞ്ഞാൽ വൃതൻ, വരണം, ആവൃതി എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റും ഉള്ളത് എന്നാണല്ലോ ആവൃതി. സംവൃത, ചുറ്റപ്പെട്ട എന്നർത്ഥം. മറഞ്ഞിരിക്കുന്നയാൾ, പലതിനെ കൊണ്ടും മറഞ്ഞിരിക്കുന്നു. സംവൃതനാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം എന്നൊക്കെ പറയില്ലേ, ദ്വീപ് വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. അപ്പൊ സംവൃതമാണ് ആ ദ്വീപ്, വെള്ളം കൊണ്ട് സംവൃതമാണ് എന്നൊക്കെ പറയും. അപ്പൊ അതേപോലെ പലതിൽ നിന്നും ഏറ്റവും ഉള്ളിലുള്ള ആളാണ് എന്നർത്ഥം. വേണ്ടതുപോലെ മറയ്ക്കപ്പെട്ടയാളാണ്, സംവൃതനാണ്. അവിടേക്ക് എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. ആ ഭഗവാനിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. പലതുകൊണ്ടും പലതരത്തിലുള്ള ബന്ധങ്ങളും അതിന് തടസ്സങ്ങളായിട്ടുണ്ട്. ആ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ. അതാണ് സംവൃത. അത് അകാരാന്താണ്, സംവൃതായ എന്ന് വരും. അടുത്തത് സംപ്രമർദ്ദനായ. സംപ്രമർദ്ദന, സമ്യക് പ്രമർദ്ദന. അത് വേണ്ടതിനെ പ്രകർഷേണ മർദ്ദനം ചെയ്യുക. അതായത് വേണ്ടത് ലഭിക്കാൻ വേണ്ടിയിട്ട് മർദ്ദനം ചെയ്യുക എന്ന് കൂട്ടിയാൽ മതി. അതായത് അജ്ഞാനമാകുന്ന ഇരുട്ട്, ആ ഇരുട്ടിനെ നീക്കുന്നയാൾ എന്ന് കൂട്ടിയാൽ മതി. ഇരുട്ടിനെ നീക്കുന്നയാൾ, അതാണ് സംപ്രമർദ്ദന. അത് അകാരാന്താണ്. സംപ്രമർദ്ദനായ എന്ന് കിട്ടും.
സംപ്രമർദ്ദനായ നമ. പിന്നെ സമൃദ്ധ സംപ്രമർദ്ദന. അഹസംവർത്തക. അഹസംവർത്തക. അഹ സമ്പർത്തക. അഹസ് എന്ന് പറഞ്ഞാൽ അഹസ് പറക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അഹസ് പറന്നു. ദിവസം, ദിവസത്തിനെയാണ് അഹസ് എന്നൊക്കെ പറയാം. ആ ദിവസത്തിനെ സംവർത്തനം ചെയ്യുന്നയാള്, അതിനെ തിരിക്കുന്നയാള്, ദിവസത്തിനെ നിയന്ത്രിക്കുന്നയാള്. അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അർത്ഥമൊക്കെ തന്നെയാണ് ഏകതാണ്ട് വരിക. കാലചക്രത്തെ തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ദിവസത്തിനെയും തിരിക്കുന്നതാണല്ലോ. ആ ദിവസത്തിന്റെ നിയന്താവ് എന്നർത്ഥം. സൂര്യൻ ആണ് ദിവസത്തിനെ ഉണ്ടാക്കുന്നയാള് എന്ന് വേണേ പറയാം. അതാണ് അഹസംവർത്തക. അകാരാന്താണ് അഹസംവർത്തകായ എന്ന് വരും. അഹസംവർത്തകായ. അടുത്തത് വന്ഹി. വന്ഹി എന്ന് പറഞ്ഞാൽ തീയാണ്. തീ എന്നൊരർത്ഥമുണ്ട് വന്യക്ക്. അഗ്നി എന്നൊരർത്ഥമുണ്ട്. പിന്നെ വേറൊരർത്ഥമുണ്ട് വഹനം ചെയ്യുന്നയാള്. വഹനം ചെയ്യുക. വഹ ന വഹ് നീ. വഹിച്ചു കൊണ്ടുപോവുകയും നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നയാള്. വഹ് നീ. വഹനം ചെയ്യുക, നയിച്ചു കൊണ്ടുപോവുക. വഹ് നീ. വഹതി നീയതേ. രണ്ടും കൂടി ആകുമ്പോ വന്ഹിയാവും. വഹിച്ചു കൊണ്ടുപോയിട്ട് നയിക്കുക, വേണ്ട ദിക്കിലേക്ക് എത്തിക്കുക എന്നർത്ഥം. വഹിച്ചു കൊണ്ടുപോയിട്ട് നയിക്കുക, എടുത്തു കൊണ്ടുപോയിട്ട് നയിക്കുക. ഹനുമാനൊക്കെ ചെയ്തിട്ടില്ലേ? വഹിച്ചു കൊണ്ടുപോയിട്ട് വേണ്ട ദിക്കിൽ എത്തിക്കുക. അതേപോലെ അഗ്നി അങ്ങനെയാണ്. അഗ്നി എന്ന് പറഞ്ഞാല് ഈ അറിവായിട്ടും ഒക്കെ പറയാം. അത് അറിവിനെ, നമ്മുടെ അറിവില്ലായ്മയെ നീക്കം ചെയ്യുന്നുണ്ട്. ആ വേണ്ട സ്ഥലത്ത് നമ്മളെ എത്തിക്കുന്നുണ്ട്. നമ്മളെ അറിവിലൂടെ നമ്മളെ അവിടെ എത്തിക്കുന്നുണ്ട്, വഹിച്ചു കൊണ്ടുപോവുകയാണ്. അതാണ് വന്ഹി. ഇപ്പൊ വന്ഹി എന്ന വിസർഗം വന്നു. അടുത്തതായിട്ട് ചേരുമ്പോൾ ആ വന്ഹി എന്നുള്ള വിസർഗം രു എന്നായിട്ട് മാറുന്നു ഞാൻ പറഞ്ഞു നേരത്തെ. അടുത്തത് അനില. വന്ഹി അനില. അനില എന്ന് പറഞ്ഞാല് അനിലൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കാറ്റ് എന്നാണ്. കാറ്റ്, വായു എന്നൊക്കെയുള്ള അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥം ഒക്കെ തന്നെയാണ് വരുന്നത്. ജീവശ്വാസം നൽകുന്നയാള് എന്നുള്ള അർത്ഥം. അതായത് ഭക്തന്മാരെ സഹായിക്കാൻ വേറൊരാളുടെ സഹായം ആവശ്യമില്ല. കാറ്റിന് കാറ്റ് തന്നെ മതി. ഇത് ഈ വായു ആയതുകൊണ്ട് തന്നെ വായുവിന് എവിടെയാണ് ഒരു ആരംഭം, എവിടെയാ വായുവിന്റെ തുടക്കം ഒടുക്കം അതൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആള്, തുടക്കവും ഒടുക്കവും ഒന്നും ഇല്ലാത്ത ആള് അനില. പിന്നെ അനിലനായതുകൊണ്ട് തന്നെ വേറൊരർത്ഥം പറയും, കെട്ടിയിടാൻ പറ്റില്ല, ബന്ധനം ഇല്ലാത്തയാളാണ്, പല പല ഗുണങ്ങള് ഉള്ളയാളാണ്, അധർമ്മങ്ങളൊന്നും ബാധിക്കാത്തയാളാണ്. ഇങ്ങനെയൊക്കെയുള്ള പല അർത്ഥങ്ങളാണ് വരുന്നത് അനില. അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ചൊരു വാസസ്ഥാനം ഇല്ല, എവിടെ വേണമെങ്കിലും വസിക്കും. എന്നാൽ പ്രത്യേകിച്ച് സ്ഥിരമായിട്ടൊരു വാസസ്ഥാനം ഇല്ല. അനിലന് അങ്ങനെയാണല്ലോ. ഏത് സ്ഥലത്തും ഒരു സ്ഥലത്തും ഇങ്ങനെ ഒളിച്ച് താമസിക്കില്ല, എല്ലായിടത്തും ഉള്ളയാളാണ്, കാണാതിരിക്കില്ല, അനുഭവത്തിൽ എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണർന്നിരിക്കുന്നയാള്. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് അനില. അടുത്തത് ധരണീധര. ധരണീധര. ധാരണി അക്ഷരമൊക്കെ ശ്രദ്ധിക്കണം. ധ എന്നാണ് അക്ഷരം. ധര, ധ, രണ്ട് ധായും ശ്രദ്ധിക്കണം. അപ്പൊ ധരണി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഭൂമി എന്നാണ്. ധരണിയെ ധരിക്കുന്നയാള്, ധരണിയെ ധരിക്കുക, ഭൂമിയെ വഹിക്കുന്നയാള്. അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലും ധരണീധര. ഇതൊക്കെ ഭഗവാന്റെ ഓരോരോ പര്യായങ്ങളാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ താമസിക്കുന്ന ഭൂമിയാണല്ലോ. ആ ഭൂമിയെ ധരിക്കുന്നയാള് ധരണീധര. അപ്പോ ധരണീധര വന്ഹയേ എന്ന് വരും.
അഹസംവർത്തക അഹസംവർത്തകായ എന്ന് വരും. ആവർത്തന ആവർത്തനായ, നിവൃത്താത്മാ നിവൃത്താത്മനി, ആവർത്തനായ ആവർത്തനായ നമ, നിവൃത്താത്മനേ നമ, സമ്പ്രദായ നമ, സംപ്രമർദ്ദനായ നമ, അഹസംവർത്തകായ നമ, വന്ധയേ നമ, അനിലായ നമ, ധരണീധരായ. അങ്ങനെയാണ് വരിക. അഹസ് ആവർത്തനോ നിവൃത്താത്മാ സംഹൃത സംപ്രമർദ്ദന, അഹസംവർത്തകോ വന്ഹിരനിലോ ധരണീധര. രണ്ട് ശ്ലോകങ്ങൾ കൂടി ഒന്ന് ചൊല്ലി നോക്കാം. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ, സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ്, ആവർത്തനോ നിവൃത്താത്മാ സംഭൃത സംഭ്രമർദ്ദന, അഹസംവർത്തകോ വന്ഹിരനിലോ ധരണീധര. നമുക്ക് ഏതായാലും ഇന്ന് ഇത്ര ഈ രണ്ട് ശ്ലോകം പഠിച്ച് അവസാനിപ്പിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.